പക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം. അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇവിടെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളിൽ ഗവൺമെന്റ് പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായി. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ കാര്യം പറഞ്ഞു. ശ്രീ വെള്ള ഈശ്വരനെ, അദ്ദേഹത്തിന്റെ പിതാവ് കെ കരുണാകരൻ വെള്ള ഈശ്വരനെ മുൻ മന്ത്രി അന്ന് ഹരിജനക്ഷേമമാണ്, ഹരിജനക്ഷേമ മന്ത്രിയെ ദേവസ്വം ബോർഡ് ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അതിനുശേഷം അടുത്ത കാലത്ത് ഇടതുപക്ഷ മന്ത്രി സഭയിലാണ് ഒരു മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിലുള്ള മന്ത്രി ഉണ്ടായത്. പക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ 5 ദേവസ്വം ബോർഡുകൾ നമുക്കുണ്ട്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഗുരുവായൂർ, കൂടൽമാണിക്യം. അവിടെയെല്ലാം മരുന്നിന് ഒരാളെ ആണ് ദേവസ്വം ബോർഡ് വെക്കുക. എന്തുകൊണ്ട് ഈ 5 ദേവസ്വം ബോർഡുകളിൽ ഒരു ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു പട്ടികജാതിക്കാരന് കൊടുത്തുകൂടാ? ഒരു ടൈമെങ്കിലും കൊടുക്കണ്ടേ? അത് ഞങ്ങളുടെ അവകാശമല്ലേ? അത് ആരുടെ ഔദാര്യമല്ല, അത് ഞങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് മന്ത്രി കൂടി ഈ ചടങ്ങിൽ ഇരിക്കുന്ന ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ ഞാൻ പറയുന്നു, എല്ലാത്തിനും മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ യുഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന വി ഡി സതീശൻ ഗവൺമെന്റ് തീർച്ചയായും ചരിത്രം തിരുത്തി എഴുതണം. ഞങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ 5 ദേവസ്വം ബോർഡിൽ എവിടെയെങ്കിലും ഒരു പ്രസിഡന്റ് സ്ഥാനം ഒരു ടൈമെങ്കിലും എല്ലാ കാലത്തും വേണം ഞങ്ങൾ പറയുന്നില്ല, ആ പദവിയിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. അത് പരിഗണിക്കണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമുക്ക് മണ്ണന്തലയിൽ ഒരു IAS അക്കാഡമി ഉണ്ടായിരുന്നു. പക്ഷെ അത് നിർത്തലാക്കി. എനിക്കറിയാം മന്ത്രിമാർക്ക് സമയക്കുറവാണ് എന്ന് എനിക്കറിയാം. ഞാൻ ദീർഘമായി അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് ഇവിടെയും അവസാനിക്കില്ല, മണിക്കൂറുകൾ വേണം. കാരണം അത്രയേറെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞല്ലോ, അത്രയേറെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മണ്ണന്തലയിലുള്ള IAS അക്കാഡമി നിർത്തലാക്കി കഴിഞ്ഞ ഗവൺമെൻറ്. എന്താണ് കാണണമെന്നറിയില്ല. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് സമരങ്ങൾ നമ്മുടെ സംഘടനകൾ നടത്തി. പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിച്ചില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അപേക്ഷിക്കുന്നു, അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാം. മഹാത്മാശ്രീ അയ്യങ്കാളിയുടെ പേരിൽ ഈ പ്രതിമയും VJT ഹാള്, അയ്യങ്കാളി ഹാളും എന്നതിനപ്പുറമായി ഒരു സ്മാരകവും ഇവിടെ നമുക്കില്ല. അതുകൊണ്ട് തന്നെ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. അതിന് തിരുവനന്തപുരം ആസ്ഥാനമാക്കി അയ്യങ്കാളി പഠന ഗവേഷണ കേന്ദ്രവും ഒരു മ്യൂസിയവും സ്ഥാപിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഗവൺമെന്റ് മുന്നിൽ അഭ്യർത്ഥന വെക്കുകയാണ്. അയ്യങ്കാളി പഠന ഗവേഷണ കേന്ദ്രവും മ്യൂസിയവും വന്നാൽ അയ്യങ്കാളി ഈ പറഞ്ഞ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ആ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിയ പ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാക്കാൻ കഴിയണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അത് തീർച്ചയായും അതിനുള്ള സാധ്യതകൾ ഉപയോഗിക്കണം. AI-യുടെ സഹായത്തോടു കൂടി ആ പഴയകാല അദ്ദേഹത്തിന്റെ ജീവചരിത്രം പുനരാവിഷ്കരിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, ഇത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പോലും ഗവേഷണത്തിനായി ഇവിടെ വരുന്ന തരത്തിലുള്ള ഒരു ഗവേഷണ കേന്ദ്രം ഉണ്ടാകണം.